ഡിപ്രഷൻ നമ്മൾ വളരെ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെയാണോ നമ്മൾ ആ വാക്ക് യൂസ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഹലോ, ഐ എം ആതിര ജാനകി. ഐ എം എ ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ആൻഡ് എ മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേറ്റർ. വെൽക്കം ടു ദ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ. ഈ വീഡിയോ അവയർനെസ്സിനും ഇൻഫർമേഷൻ പർപ്പസിനും വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇതൊരിക്കലും ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല. അപ്പോൾ ഞാൻ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് കൃത്യമായ ടെസ്റ്റും അസസ്മെൻറ്റും ഒക്കെ ചെയ്ത ശേഷം മാത്രമാണ് ഡിപ്രഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഈ വീഡിയോനെ ഒരു ഇൻഫർമേഷൻ പർപ്പസിനുള്ള കണ്ടൻറ്റ് മാത്രമായിട്ട് കാണണം. ഡിപ്രഷൻ എന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആയിരിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? നമുക്ക് നോക്കാം. 1. ഡിപ്രസ്ഡ് മൂഡ്, അതായത് ലോ മൂഡ്, സങ്കടപ്പെട്ടിരിക്കുക, വിഷമിച്ചിരിക്കുക, കരയുക, ദേഷ്യം വരിക, ഇറിറ്റേഷൻ കാണിക്കുക. ഇതൊക്കെ ഒരു ദിവസത്തിൽ മിക്കവാറും സമയം ഈ ഒരു മൂഡാണ് ഉള്ളതെങ്കിൽ അത് ഡിപ്രഷൻ്റെ ഒരു ലക്ഷണമാവാം. 2. ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്ലഷർ. മുന്നേ നമ്മൾ എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളും പല ആക്ടിവിറ്റികളും ചെയ്യുന്നതിൽ താല്പര്യക്കുറവ് തോന്നുക, അല്ലെങ്കിൽ പഴയ പോലെ അത് എൻജോയ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. ഉദാഹരണത്തിന്, മുന്നേ ഒരുപാട് സിനിമകൾ കാണാൻ താല്പര്യമുള്ള ഒരാളായിരുന്നെങ്കിൽ ഇപ്പോൾ തിയേറ്ററിൽ പോകാനോ വീട്ടിലിരുന്ന് സിനിമ കാണാനോ ഒന്നും താല്പര്യം തോന്നാണ്ടിരിക്കുക, അഥവാ സിനിമ കാണാൻ ശ്രമിക്കുമ്പോൾ പോലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, അതിലുള്ള ഒരു താല്പര്യം കുറയുന്നതായിട്ട് തോന്നുക. പലപ്പോഴും നമ്മുടെ ഡെയിലി റുട്ടീനിൽ തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക. രാവിലെ ബെഡിൽ നിന്ന് എണീക്കാനോ പല്ല് തേക്കാനോ ഒക്കെ ഒരു താല്പര്യക്കുറവ്, അല്ലെങ്കിൽ നമുക്കറിയാം അത് ചെയ്തേ പറ്റുമെന്ന്, എന്നാൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ തോന്നുക. ക്ഷീണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് കൊണ്ടോ ഒക്കെ നമുക്ക് എണീക്കാനും നമ്മുടെ റുട്ടീനൊക്കെ ചെയ്യാനും ബുദ്ധിമുട്ട് തോന്നുക. വെയ്റ്റ് ലോസ് ഓർ വെയ്റ്റ് ഗെയിൻ. ശരീരഭാരത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുക. ചില ആളുകളിൽ പെട്ടെന്ന് ശരീരഭാരം കൂടുന്നതായിട്ട് കാണാം. ചില ആളുകളിൽ പെട്ടെന്ന് ഭാരം കുറയുന്നതായിട്ടും മെലിയുന്നതായിട്ടും ശരീരം ക്ഷീണിക്കുന്നതായിട്ടും കാണാം. ഇൻസോംനിയ ഓർ ഹൈപ്പർസോംനിയ. ചില ആളുകളിൽ ഇൻസോംനിയ ആവാം, ഉറക്കം വളരെ കുറയുന്ന അവസ്ഥ, തീരെ ഉറക്കമില്ലാത്ത അവസ്ഥ. ചില ആളുകളിൽ ഹൈപ്പർസോംനിയ ആയിരിക്കും, എത്ര ഉറങ്ങിയാലും ക്ഷീണം തീരാത്ത അവസ്ഥ, ഉറക്കം തീരാത്ത അവസ്ഥ, പകല് പോലും ഭയങ്കര ഉറക്ക ക്ഷീണം തോന്നുക. സൈക്കോമോട്ടർ അജിറ്റേഷൻ ഓർ റിട്ടാർഡേഷൻ. അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള റെസ്ലെസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുക, ലൈക്ക് ഫിഡ്ജറ്റിംഗ് ഓർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പിറ്റേറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുക, ആങ്സൈറ്റി കാണിക്കുക. ഇതൊക്കെ പല മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൻ്റെയും ലക്ഷണമാണ്. ഡിപ്രഷനുള്ള ആളുകളും ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഫറ്റീഗ്, ദിവസം മുഴുവൻ ക്ഷീണം തോന്നുക, കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിലും വിട്ടുമാറാത്ത ക്ഷീണം, പല കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ ഒരു താല്പര്യക്കുറവ്, പെട്ടെന്ന് ടയേർഡാവുക. ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ്, എന്നെ ഒന്നിനും കൊള്ളൂല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് സ്വപ്നങ്ങളൊന്നുമില്ല, എൻ്റെ ലൈഫ് ഒരു ഫെയിലിയർ ആയിപ്പോയി, ഇങ്ങനെയുള്ള തോട്ട്സ്. സെൽഫ് എസ്റ്റീം വളരെ കുറവായിട്ടുള്ള അല്ലെങ്കിൽ കോൺഫിഡൻസ് വളരെ കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുക. ഇൻഅപ്രോപ്രിയേറ്റ് ഗിൽട്ട്, ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, പണ്ടെപ്പോഴോ പാസ്റ്റിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പോലും ആലോചിച്ചിട്ട് കുറ്റബോധം തോന്നുക, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, എൻ്റെ ഭാഗത്താണ് എല്ലാ തെറ്റും, ഞാനാണ് അതിന് കാരണം എന്നൊക്കെ ആലോചിച്ചിട്ട് സ്വയം നമ്മൾ വളരെ ലോ മൂഡിൽ ഇരിക്കുക. ഡിക്രീസ്ഡ് കോൺസെൻട്രേഷൻ, മുന്നേ നമ്മൾ എൻജോയ് ചെയ്ത കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതിപ്പോൾ വർക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് ഡെയിലി നമ്മുടെ ഫങ്ഷനിങ്ങിലാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനോ കാര്യങ്ങൾ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനോ പറ്റാത്ത അവസ്ഥ. തോട്ട് ഓഫ് ഡെത്ത് ഓർ സൂയിസൈഡ്, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, സൂയിസൈഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എപ്പോഴും സൂയിസൈഡ് ചെയ്തേക്കാം, എന്നെക്കൊണ്ട് ഒരു കാര്യവും ഇല്ല, ഞാനൊക്കെ മരിക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാവുക. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 5 ലക്ഷണങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഹെൽപ്പ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാരണം നമ്മുടെ പേഴ്സണൽ ലൈഫിലെയും വർക്ക് ലൈഫിൻ്റെയും ഒക്കെ ഫങ്ഷനിങ്ങിനെ കാര്യമായി ബാധിക്കുക, നമുക്ക് കൃത്യമായി ഫങ്ഷൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റുക, അതുമൂലം ഡിസ്ട്രെസ് ഉണ്ടാവുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ഇതിലേതെങ്കിലും 1-2 ലക്ഷണങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. മറ്റ് പല അസുഖങ്ങളുള്ള ആളുകളിൽ അല്ലെങ്കിൽ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്ന ആളുകളിലൊക്കെ ഇത്തരം ലക്ഷണങ്ങൾ ഏറിയും കുറഞ്ഞുമൊക്കെ കണ്ടുവരുന്നുണ്ട്. എങ്കിലും ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുകയും ടെസ്റ്റ് ചെയ്യുകയും ഡയഗ്നോസിസ് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഡിപ്രഷൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് മൈൽഡാണോ മോഡറേറ്റ് ആണോ സിവിയർ ആണോ എന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുകയും ഏത് രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുകയും ചെയ്യും. അല്ലാതെ സെൽഫ് ഡയഗ്നോസിസ് ചെയ്യുന്നതും സെൽഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും ഒരിക്കലും
ശരിയായ രീതിയല്ല. നമുക്ക് ശാരീരികമായ അസുഖങ്ങൾ വരിക എന്നുള്ളത് പോലെ തന്നെ വളരെ നാച്ചുറലും കോമണുമായിട്ടുള്ള ഒരു കാര്യമാണ് മാനസിക അസ്വാസ്ഥ്യങ്ങളും മാനസിക രോഗങ്ങളും ഉണ്ടാവുക എന്നുള്ളത്. അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ നാട്ടുകാരെന്ത് പറയും എന്നുള്ള സോഷ്യൽ സ്റ്റിഗ്മയും ടാബുവും ഒക്കെ കാരണം മെൻ്റൽ ഹെൽത്ത് ഹെൽപ്പ് എടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇത് ഈ അവസ്ഥയെ കുറച്ചുകൂടെ മോശമാക്കും എന്നുള്ളതല്ലാതെ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ എന്ത് പറയും എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു കൺസേൺ ആണ്. മാനസിക അസ്വാസ്ഥ്യങ്ങളെ ബാധ കൂടിയതാണ്, എന്തോ കണ്ട് പേടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാർജിനലൈസ് ചെയ്യുന്ന ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ആളുകൾ കുറേയും കൂടെ ഇതിനെക്കുറിച്ച് അവെയറാണ്. ഈ അവെയർനെസ്സിൽ നിന്നുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം. പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് മാനസിക രോഗങ്ങൾക്ക് നമ്മൾ മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല, പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ. എന്നാൽ അതങ്ങനെയല്ല. നമ്മൾ ഒരു പനി വന്ന് മരുന്ന് കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റൊരു അസുഖം വന്ന് മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെയാണ് മാനസിക രോഗങ്ങൾക്കും മരുന്ന് കഴിക്കുന്നത്. ആ അസുഖം ഭേദമാകുമ്പോൾ അല്ലെങ്കിൽ ഡോസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് നിർത്താൻ പറ്റും. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പനിക്ക് മരുന്ന് കഴിച്ചു പനി മാറി എന്നുള്ളത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പനി വരില്ല എന്ന അർത്ഥമില്ലല്ലോ. അതുപോലെ തന്നെ മാനസിക രോഗങ്ങളും നമുക്ക് പിന്നെയും വരാം. അതുപോലെ തന്നെ എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. തുടക്കത്തിൽ തന്നെ നമ്മൾ ചികിത്സിച്ചാൽ കൗൺസിലിംഗ് കൊണ്ടും സൈക്കോതെറാപ്പി കൊണ്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖങ്ങളും ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഈ ഇൻഫർമേഷൻസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങളും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.